ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. 10ാമത്തെ ദശകത്തിൽ 5ാമത്തെ ശ്ലോകം. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം. രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ. രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ. താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്നഃ. താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്നഃ. പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. പ്രാഹ പ്രജാ വിചരനായ ച സാദരം തം. ഇതെങ്ങനെയാ പദം മുറിക്കാം എന്ന് നോക്കാം. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം. രുദ്രം വിധായ ദയിതാഃ വനിതാശ്ച ദത്വാ. താവന്തി അദത്ത ച പദാനി ഭവത്പ്രണുന്നഃ. പ്രാഹ പ്രജാ വിരചനായ ച സാദരം തം. ഇതിലും ഒരു വാക്കേ നമുക്ക് മുറിച്ച് ചെല്ലാനുള്ളൂ. അതും താവന്ത്യദത്ത ഒന്നിച്ച് ചെല്ലും ചെയ്യാം. ഇതിൻ്റെ അർത്ഥം നോക്കാം. അതസ്അഭവത്പ്രണുന്നഃ. അനന്തരം ബ്രഹ്മാവ് ഇന്ദ്രികുടിയുടെ പ്രേരണയ്ക്കനുസരിച്ച് രുദ്രം ഏകാദശാഹ്വയതയാ. രുദ്രന് 11 പേരും അതിന് ചേർന്ന സ്വരൂപങ്ങളും നൽകി. വിഭിന്ന രൂപം ച വിധായ ദയിതാഃ വനിതാ ച ദത്വാ. പ്രിയതമകളായ വനിതകളെയും അത്രയും സ്ഥാനങ്ങളെയും കൽപ്പിച്ചു കൊടുത്തു. താവന്തി പദാനി ച അദത്ത സാദരം തം പ്രജാവിരചനായ പ്രാഹച. എന്നിട്ട് വിനീതനായ അവനോട് പ്രജകളെ സൃഷ്ടിച്ചാലും എന്നരുളി ചെയ്തു. ഭാഗവതത്തിൽ മനുർ മഹിനസൻ മഹാൻ ശിവ ഹൃതധ്വജഃ ഉഗ്രരേത ഭവഃ കാലോ വാമദേവ ധൃതവ്രത എന്ന് 11 രുദ്രന്മാരുടെ പേര്. അവരുടെ ഭാര്യമാരെ ധീ വൃത്തി ഉശന ഉമ നിയുത്ത് സർപ്പി ഇള അംബിക ഇരാവതി സുധ ദീക്ഷ എന്ന 11 ബന്ധുക്കളെയും ഹൃദയം ഇന്ദ്രിയങ്ങൾ പിന്നെ വ്യോമം വായു അഗ്നി ജലം ഭൂമി സൂര്യ ചന്ദ്ര തപഃ ഇവയിലെ സ്ഥാനങ്ങളായിട്ടും കൊടുത്തു. അങ്ങനെയാണ് ഇത്രയേ രുദ്രന് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു കൊടുത്തത്. രുദ്രൻ പിറന്ന ഉടനെ കരഞ്ഞു, എനിക്ക് സ്ഥാനങ്ങളും പത്നിമാരും പേരുകളുമൊക്കെ വേണം. അങ്ങനെ 11 ഏകാദശ രുദ്രന്മാർ അവരുടെ ഭാര്യമാരുടെ പേരുകൾ ഒരുക്കിയിരിക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ പ്രജകളെ സൃഷ്ടിക്കണം. അപ്പോൾ രുദ്രൻ അനുസമ്മതിച്ചു. ഇനി ഇത് ഒന്നിച്ച് വായിക്കാം. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം. രുദ്രം വിധായ ദയിതാ ച വനിതാശ്ച ദത്വാ. താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്നഃ. പ്രാഹ പ്രജാ വിരചനായ ച സാദരം തം. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം. രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ. താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്നഃ. പ്രാഹ പ്രജാ വിരചനായ ച സാദരം തം. 6ാമത്തെ ശ്ലോകം നോക്കാം. രുദ്രാഭിസൃഷ്ട ഭയതാകൃതി രുദ്രസംഘ. രുദ്രാഭിസൃഷ്ട ഭയതാകൃതി രുദ്രസംഘ. സമ്പൂര്യമാണ ഭുവനത്രയ ഭീതചേതാഃ. സമ്പൂര്യമാണ ഭുവനത്രയ ഭീതചേതാഃ. മാ പ്രജാഃ സൃജ തപശ്ചര മംഗലായേത്യാജഷ്ടതം. മാ പ്രജാഃ സൃജ തപശ്ചര മംഗലായേത്യാജഷ്ടതം. കമലഭൂർഭവതീരിതാത്മാ. കമലഭൂർഭവതീരിതാത്മാ. ഇനി ഇതെങ്ങനെയാ പദം മുറിക്കാൻ നോക്കാം. രുദ്രാഭിസൃഷ്ട ഭയതാകൃതി രുദ്രസംഘ. സമ്പൂര്യമാണ ഭുവനത്രയ
ധീരചേതാः മാ മാ പ്രജാः സൃജ തപശ്ചര മംഗലായേത്യാചഷ്ട ഉണ്ട്. അവിടെ മംഗലായേതി ആചഷ്ട അങ്ങനെ വായിച്ചാൽ എളുപ്പം വായിക്കാൻ പറ്റും. മാം പ്രജാः സൃജ തപശ്ചര മംഗലായേതി ആചഷ്ടതം കമലഭൂർ ഭവതീരിരാത്മാ. ഇതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. രുദ്രാഭിരുഷ്ടഭയരാകൃതി രുദ്രസംഘ സമ്പൂര്യമാണ് ഭുവനത്രയ ഭീതചേതാഹ കമലഭൂ. രുദ്രൻ സൃഷ്ടിച്ച ഭയങ്കര രൂപികളായ രുദ്രന്മാരെ കൊണ്ട് 3 ലോകത്തിലും നിറഞ്ഞു. അതുകണ്ട് ഉള്ളിൽ ഭയം തോന്നിയ ബ്രഹ്മാവ് ഭവതീരിതാത്മാ നിന്തിരുവടി ഉള്ളിൽ നിന്ന് പ്രേരിപ്പിച്ചതനുസരിച്ച് ത്വം പ്രജാ മാമാസൃജ അരുത്, നീ പ്രജകളെ സൃഷ്ടി ചെയ്യരുത്. മംഗലായ തപചര ലോകനന്മയ്ക്ക് വേണ്ടി തപസ് ചെയ്യണം. ഇരിതം ആചഷ്ട എന്നിങ്ങനെ ആ രുദ്രനോട് പറഞ്ഞു ബ്രഹ്മാവ്. ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ രുദ്രൻ സൃഷ്ടിച്ചു. അപ്പോൾ ഭൂതഗണങ്ങളൊക്കെയാണത്രേ രുദ്രൻ സൃഷ്ടിച്ചത്. ഇത് കണ്ടൊക്കെ 3 ലോകം നിറഞ്ഞു. മറ്റുള്ളവരൊക്കെ ഭയപ്പെട്ടു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു വേണ്ട വേണ്ട, തപസ് ചെയ്താൽ മതി. ഏതായാലും നിൻ്റെ സൃഷ്ടി ഇതോടെ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞ പ്രകാരം രുദ്രൻ സൃഷ്ടി നിർത്തി തപസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ട്യൂണിൽ വായിക്കാൻ നോക്കാം. രുദ്രാഭിസൃഷ്ടഭയതാകൃതി രുദ്രസംഘ സമ്പൂര്യമാണ ഭുവനത്രയ ഭീതചേതാഃ. രുദ്രാഭിസൃഷ്ട ഭയതാകൃതി രുദ്രസംഘ സമ്പൂര്യമാണ ഭുവനത്രയ ഭീതചേതാഃ. മാ മാ പ്രജാഃ സൃജ തപശ്ചര മംഗലായേതി. മാ മാ പ്രജാഃ സൃജ തപശ്ചര മംഗലായേതി ആചഷ്ടതം കമലഭൂർ ഭവതീരിരാത്മാ. ആചഷ്ടതം കമലഭൂർ ഭവതീരിരാത്മാ. 7ാമത്തെ ശ്ലോകം നോക്കാം. തസ്യാത സർഗ രസികസ്യ മരീചിഃ മരീചിരത്രിസ്തത്രാംഗിരാഃ ക്രതുമുനിഃ പുലഃ പുലസ്ത്യ. തസ്യാത സർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാഃ ക്രതുമുനി പുലഃ പുലസ്ത്യഃ. അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ. അംഗാദ് അജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ. ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസഃ. ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസഃ. ഇനി കുറേ മഹർഷിമാരെ ബ്രഹ്മാവ് തൻ്റെ അംഗങ്ങളിൽ നിന്നാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പദം മുറിക്കാം. തസ്യാത സർഗരസികസ്യ മരീചിരത്രിസ്തത്രാംഗിര എന്നുണ്ട്. അപ്പോൾ തസ്യാത സർഗ രസികസ്യ മരീചിർ അത്രി എന്ന് വായിക്കണം. മരീചിഃ അത്രി മരീചിർ അത്രി തത്രാംഗിര. തത്ര അങ്കിര എന്നാണ്. തത്രാംഗിര ക്രതുമുനി കൃതുല ക്രതുമുനി പുലഃ പുലസ്ത്യഃ. അംഗാദ് അജായത എന്ന് വായിക്കണം. അംഗാദജായത ഒന്നിച്ച് വായിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും. അംഗാദ് അജായത ഭൃഗുശ്ച വസിഷ്ഠ ദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസഃ. ഇതിൻ്റെ അർത്ഥം നോക്കാം. അഥ തത്ര സർഗരസികസ്യ തസ്യ അംഗാദ്. പിന്നീട് ഇവിടെ സൃഷ്ടിയിൽ രസിക്കുന്ന ബ്രഹ്മാവിൻ്റെ അംഗങ്ങളിൽ നിന്ന് മരീചി അത്രി അങ്കിര ക്രതുമുനി പുലഃ പുലസ്ത്യ ഭൃഗു ച അജായത. ഇവരൊക്കെ ഉണ്ടായി എന്ന് പറയും. മരീചി അത്രി അങ്കിരസ് ക്രതുമുനി പുലഹൻ പുലസ്ത്യൻ ഭൃഗു എന്നിവരും ഉണ്ടായി. വസിഷ്ഠ ദക്ഷൗ ച. വസിഷ്ഠനും ദക്ഷനും ഉദ്ഭവിച്ചു. ഹേ ഭഗവൻ ഭവദംഘ്രിദാസാഃ. അല്ലയോ സർവശക്തനായ ഗുരുവായൂരപ്പ, അവിടുത്തെ പാദദാസനായ ശ്രീനാരദ മഹർഷി ച അജായത. നാരദ മഹർഷിയും ഉണ്ടായി എന്ന് പറയുകയാണ്. അപ്പോൾ ഏത് അംഗങ്ങളിൽ നിന്നും നോക്കണ്ടേ. മരീചി മനസ്സിൽ നിന്നും, അത്രി കണ്ണിൽ നിന്നും,
അങ്കിരസ് മുഖത്തിൽ നിന്നും, ക്രതുമുനി കയ്യിൽ നിന്നും, ഭൃഗു ത്വക്കിൽ നിന്നും, വസിഷ്ഠൻ പ്രാണവായുവിൽ നിന്നും, ദക്ഷൻ പെരുവിരലിൽ നിന്നും, നാരദൻ മടിയിൽ നിന്നുമാണ് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഇനി ഇത് നമുക്ക് കൂട്ടി വായിക്കാം. തസ്യാതസർഗരസികസ്യ മരീചിരത്രിഃ തത്രാംഗിരാഃ ക്രതുമുനി പുലഃ പുലസ്ത്യഃ. തസ്യാതസർഗരസികസ്യ മരീചിരത്രിഃ തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്ത്യഃ. അംഗാത് അജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ. അംഗാത് അജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ. ശ്രീനാരദശ്ച ഭഗവൻ ഭവതംഘ്രിദാസഃ. ശ്രീനാരദശ്ച ഭഗവൻ ഭവതംഘ്രിദാസഃ. ഇനി 8ാമത്തെ ശ്ലോകം നോക്കാം. പിന്നെയുള്ള സൃഷ്ടികളെയാണ് വിവരിക്കുന്നത്. ധർമാധികാൻ അഭിസൃജന്നത കർദമം ച. ധർമാധികാൻ അഭിസൃജന്നത കർദമം ച. വാണീം വിധായ വിതിരംഗജ സങ്കുലോഭൂത്. വാണീം വിധായ വിതിരംഗജ സങ്കുലോഭൂത്. ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈ. ത്വദ്ബോധിജൈ സനകദക്ഷമുഖൈസ്തനൂജൈ. ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ. ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ. ഇനിയിപ്പോൾ എങ്ങനെയാ പദം മുറിക്കാൻ നോക്കാം. ധർമാധികാൻ അഭിസൃജന്നഥ. ഒന്നിച്ചേരിയിട്ടുണ്ട്. അതിനേക്കാളും നല്ലത് ധർമാധികാൻ അഭിസൃജന്നഥ കർദമം ച. വാണീം വിധായ വിധിഃ അംഗജസങ്കുലഃ. വിധിരംഗ എന്നെഴുതിയിട്ടുണ്ട്. വിധിഃ അംഗജ സങ്കുലഃ അഭൂത്. ത്വദ്ബോധിതൈ ത്വദ്ബോധിതൈഃ സനകദക്ഷമുഖൈഃ തനൂജൈഃ. അങ്ങനെ വായിക്കണം. ത്വദ്ബോധിതൈഃ സനകദക്ഷമുഖൈഃ തനൂജൈഃ. സ്തനൂജയല്ല, തനൂജൈഃ. പിന്നെ രുദ്ബോധിത എന്നുണ്ട്. രുദ്ധല്ല, ഉദ്ബോധിത. ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ. ഒന്നുകൂടെ വായിക്കാം. ധർമാധികാൻ അഭിസൃജൻ അഥ കർദമം ച. വാണിം വിധായ വിധി അംഗജ വിധിരംഗജ സങ്കുലോഭൂത്. ത്വദ്ബോധിതൈഃ സനകദക്ഷമുഖൈഃ തനൂജൈർ ഉദ്ബോധിതശ്ച ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ. ഇനി അർത്ഥം നോക്കാം. അഥ ധർമാധികാൻ കർദമം ച അഭിസൃജൻ. അനന്തരം ധർമ്മദേവൻ തുടങ്ങിയവരെയും കർദമനെയും സൃഷ്ടിച്ചുകൊണ്ട് വാണിം വിധായ വിധിഃ സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ വിധി ബ്രഹ്മാവ് അംഗജസങ്കുല അഭൂത്. കാമപരവശനായി തീർന്നു എന്നാണ് പറയുന്നത്. വാണിം വിധായ വിധിഃ അംഗജസങ്കുല അഭൂത്. ത്വദ്ബോധിതൈഃ ഇന്ദിരുവടിയുടെ പ്രേരണയാൽ സനകദക്ഷമുഖൈഃ സനകൻ ദക്ഷൻ തുടങ്ങിയ തനൂജൈ പറഞ്ഞ മക്കൾ ഉദ്ബോധിത മക്കൾ ഓർമ്മപ്പെടുത്തിയതിനാൽ തമഹ വിമുഞ്ജൻ വിരരാമച അജ്ഞാനത്തെ കൈവടിഞ്ഞ് ആ കൃത്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്ന് പറയുകയാണ്. മഹാന്മാർക്കും തമോബോധാധ്യ ഉണ്ടാകുമെന്നും ഉചിതമായ ഉപദേശം ബാലന്മാരിൽ നിന്നായാലും സ്വീകാര്യമാണ് എന്നും ഇവിടെ സൂചന തരുന്നുണ്ട്. ബ്രഹ്മാവ് സരസ്വതിയെ സൃഷ്ടിച്ചു. സ്വന്തം മകളല്ലേ, മകളെ കണ്ട് ആരെങ്കിലും കാമപരവശന്മാരായി തീരുവോ? പക്ഷേ ചിലപ്പോൾ മഹാന്മാർക്കും തമോ ഗുണബാധ വന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയായിരിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ അവിടെ നിന്നല്ലേ എല്ലാവരെയും കാത്തുരക്ഷിക്കുന്നത്. വേണ്ട പോലെ വേണ്ട കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ട് അങ്ങനെയുള്ള അവിടത്തേക്ക് ഞാൻ നമസ്കാരം ചെയ്യുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നിച്ച് വായിച്ച് നോക്കാം. അല്ല, ട്യൂണിൽ ധർമാധികാൻ അഭിസൃജൻ അഥ കർദമം ച. ധർമാധികാൻ അഭിസൃജൻ അഥ കർദമം ച. വാണിം വിധായ വിധിഃ അംഗജസങ്കുലോഭൂത്. വാണിം വിധായ വിധിഃ അംഗജസങ്കുലോഭൂത്. ത്വദ്ബോധിതൈഃ സനകദക്ഷമുഖൈഃ തനൂജൈഃ. ത്വദ്ബോധിതൈർ സനകദക്ഷമുഖൈർ തനൂജൈർ
ഉദ്ബോധിതശ്ച പിരരാമ തമോ വിമുഞ്ചൻ. ഉദ്ബോധിതശ്ച പിരരാമ തമോ വിമുഞ്ചൻ. ഇവിടെ വിസർഗത്തിൽ എന്നുള്ള ചില്ലടയാളം ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയും ചെല്ലാം. ത്വദ്ബോധിതൈഹി ത്വദ്ബോധിതൈർ സനകദക്ഷമുഖൈർ തനൂജൈർ, അങ്ങനെയും ചെല്ലാം. ത്വദ്ബോധിതൈഹി സനകദക്ഷമുഖൈഹി തനൂജൈഹി ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചൻ. ഇങ്ങനെയാണത്രേ ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ബ്രഹ്മദേവൻ സൃഷ്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അബദ്ധങ്ങൾ വന്നാലും, കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ ഉപദേശിച്ചാലും നമ്മൾ ദേഷ്യപ്പെടരുത്. നമ്മുടെ അബദ്ധങ്ങൾ മനസ്സിലാക്കി ഭഗവാൻ നമ്മെ നേർവഴിക്ക് വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഈ കർമ്മങ്ങൾ എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് സത്കർമ്മങ്ങൾ തന്നെ ചെയ്യാൻ ഭഗവാനോട് നമ്മളും പ്രാർത്ഥിക്കാം. നാരായണ 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 നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ.